നല്ല സൗണ്ടിൽ പറയും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റിവർലാൻഡിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ കാണാം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മമ്പാടുള്ളൊരു റിവർലാൻഡ് എന്ന് പറയുന്നുള്ളൊരു പാർക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ല, ട്യൂസ്ഡേ മഹാനവമി അതിൻ്റെയൊക്കെ ലീവായതുകൊണ്ട് ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിന്നൊരു ചെറിയൊരു ഔട്ടിങ് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ പോകുന്നത് ഇങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ. ഈ ഒരു പാർക്കിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ കണ്ടു. അപ്പോൾ അങ്ങനെ അവിടെ പോയോക്കാന്ന് കരുതി. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഏകദേശം അവിടെ എത്താറായി. അപ്പോൾ നമ്മുടെ മമ്പാട് ഒഡായിക്കൽ ബ്രിഡ്ജും അതേപോലെ തന്നെ ചാലിയാർ പുഴയൊക്കെ കാണൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് കടന്ന് പോയിട്ടാണ്. അപ്പോൾ ഈ ഒരു റിവർലാൻഡ് സ്ഥിതി ചെയ്യുന്നത് തന്നെ നമ്മുടെ ഒരു പൂളാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെയുള്ള എല്ലാത്തിലും കയറണമെങ്കിൽ 200 രൂപ കൊടുത്താൽ നമുക്ക് എല്ലാത്തിലും കയറാം കേട്ടോ. അല്ലെങ്കിൽ ഓരോന്നിൽ കയറണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ കൊടുക്കുക ഫീസ്. അപ്പോൾ ഇതാണ് കേട്ടോ ഫാമിലി പൂള്. അപ്പോൾ ഫാമിലി പൂള് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പൂളാണ്. കുറച്ചൊക്കെ ഒരു ആഴമുള്ളതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ടോയ്ലറ്റിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ കുളിക്കാനും ഡ്രസ്സ് മാറ്റാനൊക്കെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരമൊന്നും കളാവൊന്നുമില്ല. അസർ നേരത്തെ വന്നാൽ പിന്നെ മഗ്‌രിബ് ആകുമ്പോഴത്തേന് എന്തായാലും അസർ കളാവും. അപ്പോൾ നമുക്കിവിടെ നിസ്കരിക്കാൻ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കൊക്കെ ജെൻസിനും ലേഡീസിനൊക്കെ സൗകര്യമുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് പുഴയിലേക്ക് നോക്കിയിരുന്ന് ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ പറ്റുന്നൊരു സ്പേസാണ് കേട്ടോ. അവിടെ കുറച്ച് ചെയേഴ്സൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമുക്കിങ്ങനെ ഇരുന്നിട്ട് പുഴയ്ക്കൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് നല്ല സുഖമായിട്ട് ഇരിക്കാം കേട്ടോ. നല്ലൊരു വൈബാണ് കേട്ടോ അത്. അപ്പോൾ
അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. പിന്നെ ഒരു 3:30 ആയപ്പോൾ ഇത് ഓപ്പൺ ആക്കിയിട്ട് അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ജസ ആദ്യം കയറിയത് ഇതിലേക്കാണ് കേട്ടോ. പൂളിക്ക് വെള്ളത്തിൽ കളിക്കാനാണല്ലോ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അങ്ങനെ അവൾ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം അതിൽ കളിച്ചിട്ടൊന്നും അവൾക്ക് മതിയാവണില്ല കേട്ടോ. അങ്ങനെ കുറേ ടൈം അവിടെ തന്നെ സ്പെൻഡ് ചെയ്ത്. ഇവിടെ ഉണ്ട് മൂക്കിക്ക് വെള്ളം കയറിയോ? അത് സാരത അതങ്ങനെ പോയിക്കോളൂട്ടാ. കുറച്ച് ചാടുമാറ്റല്ലേ അത് സാരല്ല. അങ്ങനെ തന്നെ ഇതാക്കലേ. ഇവിടെ ഒന്ന് അതവിടെ എല്ലാം പോയിക്കോ. കാല് തെറ്റിയാലും ചാടല മൂക്കത്തായാലും ചാടുക. മൂക്കൊത്തി കണ്ടില്ലേ ചെറിയ പറയും. പിന്നെ ഇവള് അനിയത്തി കുതിരമ്മ കയറണം പറഞ്ഞിട്ടോ കുതിരയിൽ കയറിട്ടോ. കുതിരമ്മ കയറാൻ 50 രൂപയാണ് കേട്ടോ ടിക്കറ്റ്. 2 റൗണ്ട് ഓടിച്ചിട്ട് നിർത്തും. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആയ ടൈമിൽ കുറേ വിസിറ്റേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അധികം അങ്ങനെ കുറേ തിങ്ങിയിട്ടൊന്നും ആൾക്കാരില്ല. നമ്മളെ മിനി ഊട്ടി പോലെയൊന്നും അധികം അങ്ങോട്ട് ആൾക്കാർ അങ്ങനെയൊന്നും വരുന്നൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു തവണ ഒക്കെ വന്ന് ആസ്വദിക്കാനൊക്കെ പറ്റുന്ന ഒരു പ്ലേസ് അത്രയൊക്കെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണ്. അങ്ങനെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇല്ല കുറച്ച് സ്ഥലം. പിന്നെ നമുക്ക് വെറുതെ അങ്ങനെ വീട്ടിലിരിക്കുകയാണെങ്കിൽ വെറുതെ ഒന്ന് ഇറങ്ങാനൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്ഥലം അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ദൂരത്തു നിന്ന് വന്നിട്ട് കാണാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമായിട്ടൊന്നും. എന്തായാലും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മീറ്റപ്പ് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറ്റും. കുട്ടികൾക്ക് കളിക്കാനും ആവും. പിന്നെ അതേപോലെ തന്നെ നമുക്കൊക്കെ വലിയവർക്കൊക്കെ അവിടെയൊക്കെ ഇരുന്നിട്ട് നന്നായിട്ട് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമായിട്ട് കൂട്ടിയിട്ടുള്ളൂ. പിന്നീട് വീണ്ടും വരാൻ മാത്രമൊന്നും ഒന്നുമില്ല. എന്നാലും കൊള്ളാം, ഇഷ്ടമായിട്ടില്ല. ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെറിയ ടിക്കറ്റും ഫീസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എൻട്രി ഫീസൊക്കെ ചെറുതായിട്ടേ ഉള്ളൂ. പിന്നെ മറ്റത്തിലൊക്കെ നമുക്ക് കയറണമെങ്കിൽ മാത്രം ഫീസ് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞങ്ങൾ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ അവിടെ പിന്നെ നമുക്ക് ആ ഒരു സ്റ്റോളിൽ ചായയും കടികളും അതേപോലെ തന്നെ ഐസ്ക്രീം ഉപ്പിലിട്ടതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു വൈകുന്നേരം ആയപ്പോൾ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.